ഡിറ്റക്റ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്തെ സ്പാ കേന്ദ്രങ്ങളിൽ ഗുണ്ടാവിളയാട്ടമോ? മരട് അനീഷിനെപ്പോലുള്ള കുപ്രസിദ്ധ ഗുണ്ടാസംഘങ്ങൾ ഇവിടെ വന്ന് പരസ്യമായി ഗുണ്ടാപിരിവ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? കൊച്ചി എയർപോർട്ട് പരിസരത്ത് സ്പാ കേന്ദ്രങ്ങളും ഹോം സ്റ്റേകളും ഇത്തരത്തിൽ കൂണുപോലെ മുളച്ചുപൊങ്ങുന്നതിന് പ്രധാന കാരണം എന്താണ്? യാത്രാസൗകര്യങ്ങളുടെ മറവിൽ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്താണ്? ഡിറ്റക്റ്റീവ് ന്യൂസ് അന്വേഷിക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്ത് സമീപകാലത്തായി അനേകം സ്പാ സെന്ററുകളും ഹോം സ്റ്റേകളുമാണ് ഉയർന്നുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഹോം സ്റ്റേകളും സ്പാകളുമാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. മാന്യമായ രീതിയിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നെടുമ്പാശ്ശേരിയിലെ പല കേന്ദ്രങ്ങളും മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് ജീവിക്കാനും സംഗമിക്കാനും അനുമതി നൽകുന്ന സുപ്രീംകോടതി വിധി നിലവിലുണ്ട്. എന്നാൽ ഈ അത്യുന്നത കോടതി വിധിയെ കരിനിയമമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ മറവിലാണ് ഇവിടെ വൻകിട പെൺവാണിഭ സംഘങ്ങൾ തഴച്ചുവളരുന്നത്. ലോഡ് കൃഷ്ണ ഭാഗത്തേക്ക് പോകുന്ന വഴി, ലോട്ടസിന്റെ പിന്നാമ്പുറം, അഗ്രഹാരം തുടങ്ങി പല ലോഡ്ജുകളിലും നടക്കുന്നത് പരസ്യമായ പെൺവാണിഭമാണ്. സന്ധ്യമയങ്ങി രാത്രിയായി കഴിഞ്ഞാൽ ഈ അഗ്രഹാരയുടെ പരിസരങ്ങളിലും മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലും ചെറുപ്പക്കാരായ യുവാക്കൾ തമ്പടിച്ച് ഊഴം കാത്തുനിൽക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി റെയിൽവേ ഗേറ്റിന് സമീപം, അതായത് കരിയാട് എയർപോർട്ട് പരിസരത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച കേസിൽ ഹോട്ടൽ മാനേജർ അടക്കം ജയിലിൽ പോയ സംഭവം നമ്മൾ മറന്നിട്ടില്ല. അത്തരം നാണംകെട്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. മലയാളികളായ സ്ത്രീകളെ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട പെൺകുട്ടികളെപ്പോലും എത്തിച്ച് ചെറിയ മുറികൾ വാടകയ്ക്കെടുത്ത് ഈ മാംസക്കച്ചവടം തകൃതിയായി നടത്തുന്നു. മാന്യമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒട്ടനവധി ഹോം സ്റ്റേകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മലയാറ്റൂരും അങ്കമാലിയിലും കാറക്കാട്ടുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊന്നും കാൽകുത്താത്ത ഈ ഗുണ്ടാസംഘങ്ങൾ എന്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരിയിലേക്ക് മാത്രം വണ്ടി കയറുന്നത്? കൊച്ചിയിൽ നിന്നും തൃശൂരിൽ നിന്നുമൊക്കെയുള്ള വൻകിട ഗുണ്ടകൾ ഇവിടെയെത്തി ലക്ഷങ്ങളുടെ പിരിവ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേയുള്ളൂ: നിയമവിരുദ്ധമായി നടക്കുന്ന കോടികളുടെ കച്ചവടവും അതിൽ നിന്നുള്ള വിഹിതം പറ്റലും. ഇവിടെയാണ് വലിയൊരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ മരട് അനീഷ്മാരും മറ്റു ഗുണ്ടകളും ചെല്ലുമ്പോൾ അത് ഗുണ്ടാപ്പിരിവും, ഇതേ കേന്ദ്രങ്ങളിൽ പ്രാദേശിക നേതാക്കളും രാഷ്ട്രീയക്കാരും മറ്റ് സംഘടനകളും ചെന്ന് ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അത് സംഭാവനയും ആകുന്നതെങ്ങനെയാണ്? ഈ ഇരട്ടനീതി വെച്ചുപൊറുപ്പിക്കാനാവില്ല. ഈ രാഷ്ട്രീയ തണലിന്റെയും പ്രാദേശിക ആളുകളുടെ പിൻബലത്തിന്റെയും ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്പാകളിലും ഹോം സ്റ്റേകളിലും പെൺവാണിഭം നടക്കുന്നത് എന്ന് 101% ഉറപ്പാണ്. പലപ്പോഴും ഗുണ്ടകളെ വെച്ച് കളി കളിക്കുമ്പോൾ ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തി കേസുകൊടുത്ത് ഗുണ്ടകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തന്ത്രപരമായ രീതിയും ഇതിനു പിന്നിലുണ്ട്. ഇത് ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പകരം രാഷ്ട്രീയക്കാരുടെയും പ്രാദേശിക സംഘങ്ങളുടെയും ഒത്താശയോടെയാണ് ഈ മാഫിയ ഇവിടെ തഴച്ചുവളരുന്നത് എന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടുകയാണ്. പെരുമ്പാവൂരിലും കേരളത്തിലൊട്ടാകെയും മയക്കുമരുന്ന് മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ പോലീസ് നടത്തിയ ഓപ്പറേഷൻ തുഫാൻ നമ്മൾ കണ്ടതാണ്. നിരവധി മയക്കുമരുന്ന് മാഫിയകളാണ് അന്ന് കുടുങ്ങിയത്. അതുപോലെ നെടുമ്പാശ്ശേരി പരിസരത്തെ ഈ സ്പാ കേന്ദ്രങ്ങളും ഹോം സ്റ്റേകളും ലക്ഷ്യമാക്കി പോലീസ് ഒരു മിന്നൽ ഓപ്പറേഷൻ നടത്തിയാൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഇവിടെ നിന്ന് പുറത്തുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ട് സിസ്റ്ററായി വളരെ മിടുമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വിചാരിച്ചാൽ, ഒന്നു മനസ്സുവെച്ചാൽ ഇത്തരത്തിലുള്ള മാഫിയകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ നിഷ്പ്രയാസം സാധിക്കും. പോലീസ് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ഈ സ്പാ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി അവിടെ വർക്ക് ചെയ്യുന്നവരുടെ കൃത്യമായ എണ്ണം പരിശോധിക്കണം. അവർ എത്ര നാളായി ഇവിടെ ജോലിയെടുക്കുന്നു, അവർക്ക് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് നോക്കണം. അത് ബാങ്ക് വഴിയാണോ, അവർക്ക് എന്തെല്ലാം നിയമപരമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നതിന്റെയൊക്കെ വിശദവിവരങ്ങൾ ശേഖരിക്കണം. കാരണം ഒരു സ്റ്റാഫ് അവിടെ വന്നാൽ ആഴ്ചതോറും മാറിപ്പോകുന്ന രീതിയാണുള്ളതെങ്കിൽ അത് യഥാർത്ഥ സ്റ്റാഫല്ല. അതിന്റെ പിന്നിൽ പക്കാ പെൺവാണിഭമാണ്. സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിന് ഒരാളെ തന്നെ കണ്ടാൽ മടുപ്പ് തോന്നാതിരിക്കാൻ പുതിയ കുട്ടികളെയും സ്ത്രീകളെയും ആവശ്യക്കാർക്ക് എത്തിച്ചുകൊടുക്കുന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ. എന്നാൽ ഇതൊരു പക്കാ നിയമപരമായ സ്ഥാപനമാണെങ്കിൽ അവിടെ കൃത്യമായ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാകും, ബാങ്ക് വഴി ശമ്പളം കൊടുത്ത രേഖകളുണ്ടാകും, ആനുകൂല്യങ്ങളുണ്ടാകും. ലൈസൻസ് നൽകുന്ന പഞ്ചായത്തുകളിൽ ജോലിക്കാരുടെ കൃത്യമായ എണ്ണവും അവരുടെ അഡ്രസ്സും ID പ്രൂഫും ഉണ്ടായിരിക്കും. ഇതൊന്നുമില്ലാത്ത സ്ഥാപനങ്ങൾ നെടുമ്പാശ്ശേരി പോലീസും കൊച്ചി പോലീസും റൂറൽ SP-യും അടിയന്തരമായി അടച്ചുപൂട്ടേണ്ടതാണ്. കാരണം ഇത് 100% പെൺവാണിഭ കേന്ദ്രങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചി എയർപോർട്ട് പരിസരത്തു നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു. ഇവിടുത്തെ സിസ്റ്റർ ഐയെ പോലുള്ള മിടുക്കരായ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഈ മാഫിയകളെ എളുപ്പത്തിൽ ഒതുക്കാവുന്നതേയുള്ളൂ. ഈ അനാശ്വാസ കേന്ദ്രങ്ങൾ പൂട്ടി ഇത്തരം കർശന പരിശോധനകൾ നടത്തിയാൽ തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് ഒരു ഗുണ്ടകളും വണ്ടി കയറില്ല. മരട് അനീഷും വരില്ല, വേറെ ഒരു ഗുണ്ടാസംഘവും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം പെൺവാണിഭ സംഘങ്ങളും സെക്സ് റാക്കറ്റുകളും പെരുകുമ്പോഴാണ് ഇവിടെയെല്ലാം ഇത്തരം ഗുണ്ടാപിരിവുകളും രാഷ്ട്രീയക്കാരുടെ സംഭാവന പിരിവുകളും ഉണ്ടാകുന്നത് എന്നതാണ് ആരും അറിയാൻ പാടില്ലാത്ത, എന്നാൽ നമ്മൾ മൂടിവെക്കാൻ പാടില്ലാത്ത യഥാർത്ഥ സത്യം. ഈ സത്യം തിരിച്ചറിഞ്ഞ് അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയോടെ
കൊച്ചി എയർപോർട്ടിൽ നിന്നും ഡിറ്റക്റ്റീവ് ന്യൂസിനുവേണ്ടി റിപ്പോർട്ടർ.